നരേന്ദ്രമോദിയുടെ 2019 കുപ്രസിദ്ധമായ പ്രയോഗമാണ് ഈ ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലത്തേക്ക് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ പോയി എന്നുള്ളത്. മണ്ഡലത്തിൻ്റെ ചരിത്രം നമ്മളൊന്ന് പരിശോധിച്ചിട്ട് വന്നത് 2008 പുനർനിർണയത്തിന് ശേഷമാണ് വയനാട് എന്ന മണ്ഡലം നിലവിൽ വരുന്നത്. വയനാട്ടിലെ 3 നിയമസഭാ മണ്ഡലങ്ങൾ മാനന്തവാടി, കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി, മലപ്പുറം ജില്ലയിലെ ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ, ഇത്രയും നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് ഈ വയനാട് ലോക്സഭാ മണ്ഡലം. നിലവിൽ വന്നതിന് ശേഷം കോൺഗ്രസ് അല്ലാതെ മറ്റാരും ഇവിടെ വിജയിച്ചിട്ടില്ല. 2009 എം.ഐ. ശ്രീനിവാസ് ജയിക്കുമ്പോൾ 1,53,439 വോട്ടായിരുന്നു ഭൂരിപക്ഷം. അന്ന് NCP സ്ഥാനാർത്ഥിയായി കെ മുരളീധരൻ മത്സരിച്ചിരുന്നു. അദ്ദേഹം 99,661 വോട്ട് നേടി. ഈ വോട്ട് കടന്നിട്ടാണ് ഈ 1,1,00,000 ലക്ഷം ഭൂരിപക്ഷം ഷാനവാസിന് കിട്ടുന്നത്. 2014 മത്സരിച്ച CPIയിലെ സത്യൻ മൊകേരി ഷാനവാസിനെയും UDFനെയും ഒന്ന് ഞെട്ടിച്ചു. ഷാനവാസിൻ്റെ ഭൂരിപക്ഷം 20,870 താഴ്ന്നു. 2019 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാറായപ്പോഴാണ് രാഹുൽ ഗാന്ധി അമേഠിക്ക് പുറമെ വയനാട്ടിൽ കൂടെ മത്സരിക്കാൻ തീരുമാനിച്ചത്. CPIയിലെ PP സുനീറായിരുന്നു എതിരാളി. 4,31,770 വോട്ടായിരുന്നു രാഹുലിൻ്റെ ഭൂരിപക്ഷം. ഈ രാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വം നേരത്തെ സുഭാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലാകെ UDFനെ സഹായിക്കുകയുണ്ടായി. ഇത്തവണ രാഹുലിൻ്റെ ഈ സ്ഥാനാർത്ഥിത്വം വയനാട്ടിൽ പഴയ പോലൊരു തരംഗം ഉണ്ടാക്കുമോ? ആ തരംഗം കേരളത്തിൽ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കാനുള്ളൊരു സാധ്യതയുണ്ടോ? എന്താണ് സുഭാഷ് തോന്നുന്നത്? തീർച്ചയായും കഴിഞ്ഞ തവണത്തെ പോലെയുള്ള ഒരു തരംഗത്തിന് അത് സാധ്യതയില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ മണ്ഡലത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിവരം. കഴിഞ്ഞ തവണ നമുക്ക് അതൊരു ഏതാണ്ടൊരു ആളുകൾ വലിയ തോതിലുള്ള ഒരു യുദ്ധസന്നാഹത്തോടു കൂടി നിന്ന തെരഞ്ഞെടുപ്പായിരുന്നു. മോദിക്കെതിരെ ഇതാ വരുന്നു, കോൺഗ്രസ് ജയിക്കാൻ പോകുന്നു, അതിൻ്റെ തലപ്പത്തുള്ള നേതാവ് നമ്മുടെ നാട്ടിൽ മത്സരിക്കുന്നു, അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകുക എന്ന മട്ടിലായിരുന്നു അന്നത്തെ ഒരു ജനങ്ങളുടെ ഒരു രീതി. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ഇടതുമുന്നണിക്ക് സ്ഥിരമായി കൊടുത്തുകൊണ്ടിരുന്ന ആളുകൾ പോലും വലിയ തോതിൽ വോട്ട് രാഹുൽ ഗാന്ധിക്ക് കൊടുത്തു. അദ്ദേഹത്തിന് 4,31,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായി. അതിൻ്റെ വലിപ്പം അറിയണമെങ്കിൽ ഇത്തവണ നമ്മൾ 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽപ്പെട്ട 7 നിയമസഭാ മണ്ഡലങ്ങളിലെയും കൂടി കണക്ക് കൂട്ടുമ്പോൾ അതിൽ LDFന് കിട്ടിയിരിക്കുന്ന വോട്ട് എന്ന് പറയുന്നത് 2,31,000 വോട്ടോളം LDFന് കൂടുതൽ കിട്ടിയിരിക്കുകയാണ്. 1.5 ലക്ഷത്തോളം വോട്ട്, 1,80,000 വോട്ട് UDFന് കുറയുകയും ചെയ്തു. അതായത് LDFന് വേണമെങ്കിൽ ചെയ്യാം എന്ന് കരുതിയിരിക്കുന്ന ആളുകളിൽ 2,31,000 വോട്ടുകൾ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചിരുന്നു. അത് അന്നത്തെ ഒരു സാഹചര്യത്തോടുള്ള ഒരു വൈകാരിക പ്രതികരണമായിരുന്നു, മോദിയോടുള്ള ഒരു എതിർപ്പ് കൂടിയായിരുന്നു, BJP വിരോധം തന്നെയായിരുന്നു. അത് രാഹുൽ ഗാന്ധിയോടുള്ള സ്നേഹത്തിൻ്റെ പ്രതിഫലനം കൂടിയായിരുന്നു. എന്തായാലും ആ അളവിൽ അത് ഇത്തവണ ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാനാവില്ല. രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്, ആ പുതുമ മാറിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് മാത്രമായിരിക്കാം മിക്കവാറും മത്സരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ആ ഒരു ഓളം രാഹുൽ ഗാന്ധി സൃഷ്ടിച്ച് കേരളത്തിൽ മുഴുവൻ തരംഗമായി കഴിഞ്ഞ ആ ഓളം ഇത്തവണ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ആ ഓളം ഇല്ലെങ്കിൽ പോലും രാഹുൽ ഗാന്ധിയുടെ വിജയം ഒരുപക്ഷെ അത് ഒരു തരത്തിലും ചർച്ച ചെയ്യാൻ പോലും സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. കാരണം രാഹുൽ ഗാന്ധി വലിയ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ഇത്തവണയും വിജയിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2,80,000 വോട്ട് ഇത്തവണ കൂടുതൽ LDFന് കിട്ടി. എന്നിട്ട് പോലും ആകെ മൊത്തം കണക്കെടുത്ത് നോക്കുമ്പോൾ UDFന് ഏതാണ്ട് 40,000 വോട്ട്, ഈ 2021 കണക്ക് വെച്ച് നോക്കുമ്പോൾ UDFന് 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം അപ്പോഴുമുണ്ട്. അത്തരം വലിയ സ്വാധീനമുള്ള UDFന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ, UDFന് നല്ല കോൺഗ്രസിന് UDFന് തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള ഉറപ്പുള്ള ഒരു മണ്ഡലമായിരിക്കും വയനാട്. കാരണം വയനാടിനെ പോലെ നമുക്ക് ഏതെങ്കിലും ഒരു ഉത്തരേന്ത്യൻ മണ്ഡലം ഒഴിവാക്കി രാഹുൽ എന്തുകൊണ്ട് ഇവിടെ വന്നു എന്നതിൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇത്രയും സേഫായ ഒരു സ്ഥലം വേറെ ഇല്ല. ഏതെങ്കിലും തരത്തിൽ പണത്തിനോ അധികാരത്തിനോ ഒന്നും സ്വാധീനിക്കാൻ കഴിയാത്ത ഒരു ജനത. അതുകൊണ്ട് തന്നെ രാഹുലിൻ്റെ വിജയത്തിലൊന്നും യാതൊരു തരത്തിലുള്ള സംശയങ്ങളുമില്ല. അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ജയിക്കും. കഴിഞ്ഞ തവണത്തെ 4,31,000 എന്ന ഭൂരിപക്ഷത്തിൽ കുറവുണ്ടാകും എന്ന് മാത്രമേ ഉള്ളൂ. അത് എത്രമാത്രം എന്നത് മാത്രമാണ് ചർച്ച. ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം കുറയ്ക്കാനാവും എന്നുള്ളൊരു പ്രതീക്ഷ അതുമാത്രമേ വയനാടിനെ സംബന്ധിച്ച് വേണ്ടതുള്ളൂ. തീർച്ചയായും അത്ര തന്നെയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അത് ഇടതുപക്ഷത്തിൻ്റെ ഒരു വല്ലാത്ത പ്രതിസന്ധിയാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇടതുപക്ഷത്തിന് കിട്ടാൻ ഇപ്രാവശ്യം 2021 കിട്ടിയ 2,30,000 വോട്ടുകൾ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്ക് പോയിട്ടുണ്ട്. അത് സ്വന്തം കാൽനടിയിലെ മണ്ണ് ഊർന്നു പോണതാണ് എന്ന കാര്യം
ഇടതുപക്ഷത്തിന് കൃത്യമായ ബോധ്യമുണ്ട്. ആ വോട്ടുകളിൽ വലിയൊരു പങ്ക് തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവർ ഇത്തവണ ഇറങ്ങിയിരിക്കുന്നത്. അതിന് അനുസൃതമായ രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. മുൻകൂട്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. മാർച്ച് ആദ്യ വാരം തന്നെ ആനി രാജ രംഗത്ത് വന്നിട്ടുണ്ട്. അവർ മുക്കിലും മൂലയിലും എത്തുന്നുണ്ട്. വലിയ തോതിലുള്ള സംഘടിതമായ പ്രവർത്തനം നടക്കുന്നുണ്ട്. 3-4 തവണ തന്നെ അവർ ഇതിനകം തന്നെ മുഴുവൻ മണ്ഡലങ്ങളിലും പര്യടനം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ആ വോട്ടുകൾ, നഷ്ടപ്പെട്ട വോട്ടുകൾ പരമാവധി തിരിച്ചു പിടിക്കുക, LDFൻ്റെ നില ശക്തിപ്പെടുത്തുക എന്ന ഒരു ദൗത്യത്തിലേക്കാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.